പാലക്കാട് ഒലവക്കോട് യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിൽ മുൻ ഭർത്താവ് കസ്റ്റഡിയിൽ. താണാവിൽ ലോട്ടറി കട നടത്തുന്ന ഒലവക്കോട് സ്വദേശി ബർഷീനയ്ക്ക് നേരെ ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു ആക്രമണം. തമിഴ്നാട് സ്വദേശി കാജ ഹുസൈനാണ് ആക്രമണം നടത്തിയത്. സാരമായി പൊള്ളലേറ്റ ബർക്കിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 7 മണിക്കാണ് സംഭവം നടക്കുന്നത്. ലോട്ടറി കട സ്ഥിരമായിട്ട് ആ പെൺകുട്ടി തുറക്കുന്നതാണ്. അപ്പോൾ ആ കുട്ടി തുറക്കാൻ ശ്രമിക്കുന്ന ഇടയിലാണ് അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് ഹസ്ബൻഡായിട്ട് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുകയാണ് കുറച്ചായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ആദ്യം ഈ ലോട്ടറി കടയിൽ വന്നിരിക്കുന്നതാണ്, സ്ഥിരമായിട്ട് ഇരിക്കുന്നതായിരുന്നാണ്. ഇപ്പോൾ ഇരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിനുശേഷം അവർ കുടുംബ പ്രശ്നമായതിനു ശേഷം ഇരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇടയിൽ ഇപ്പോൾ ജസ്റ്റ് ഓഫീസ് ഈ ലോട്ടറി കട തുറക്കുമ്പോൾ തന്നെ അവർ വന്നിട്ട് ആദ്യമായിട്ട് വന്നിട്ട് മുഖത്ത് ഒഴിച്ചാണ്. മുഖത്ത് അധികം പൊള്ളിയിട്ടില്ല, കുറച്ച് പൊള്ളിയിട്ടുണ്ട്. എന്നാലും അത് ബാത്റൂം ആസിഡാണെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഒരുപാട് അത്ര ഇതായിട്ട് പൊള്ളിയിട്ടില്ല. ഇവിടെയുള്ള ഓട്ടോക്കാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഒരു കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പുള്ളിക്കാരൻ ഓടാൻ ശ്രമിച്ചു, പുള്ളിക്കാരനെ ഇവിടെ പിടിച്ചു നിർത്തുകയായിരുന്നു എല്ലാവരും കൂടി ചേർന്ന്. വിവരങ്ങൾ നൽകാൻ പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഒലവക്കോട് സ്വദേശി ബർഷീനയ്ക്ക് നേരെ ഇന്ന് രാവിലെയാണ് ആക്രമണം ഉണ്ടായത്. മുൻ ഭർത്താവ് കസ്റ്റഡിയിലായിട്ടുണ്ട്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? നിഖില, ഇന്ന് രാവിലെ ഒരു 7 മണിയോടുകൂടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ ബർഷീന എന്ന യുവതി ഒലവക്കോട് താണാവിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന വ്യക്തിയാണ്. രാവിലെ അവരുടെ കട തുറക്കുന്ന വേളയിലാണ് ഇവരുടെ മുൻ ഭർത്താവായ തമിഴ്നാട് സ്വദേശിയായ കാജ ഹുസൈൻ ഈ സ്ഥലത്തേക്ക് എത്തുകയും തുടർന്ന് ഇരുവരും തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ഇതിനിടെ കയ്യിൽ കരുതിയിരുന്ന ആ കുപ്പി എടുത്ത് അതിൽ നിന്നും ആസിഡ് എടുത്ത് ഇവരുടെ മുഖത്തേക്ക് ഒഴിക്കുകയായിരുന്നു. മുഖത്താണ് പൊള്ളലേറ്റിരിക്കുന്നത്. കണ്ടുനിന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും മറ്റ് നാട്ടുകാരും ചേർന്നാണ് ഈ ബർഷീനയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. പൊള്ളലേറ്റിട്ടുണ്ട്, പക്ഷേ ഗുരുതരമായ പൊള്ളലല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഈ ആസിഡ് ആക്രമണം നടത്തിയതിനു ശേഷം ഇവരുടെ മുൻ ഭർത്താവായ കാജ ഹുസൈൻ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഈ പ്രതിയെ ഈ നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് തന്നെ പിടിച്ചു നിർത്തുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ഹേമാംബിക പോലീസ് വന്ന് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസ് പറയുന്നത് കുടുംബ പ്രശ്നമാണ് ഇവരുടെ ഈ ഒരു ആസിഡ് ആക്രമണത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ്. ഇവർ ഒരുമിച്ചായിരുന്നു ലോട്ടറി കച്ചവടം ഉൾപ്പെടെ അവിടെ ഈ താണാവിൽ നടത്തിയിരുന്നത്. പിന്നീട് ഇവർ പരസ്പരം ചേർന്ന് പോകാൻ കഴിയാത്തത് കൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി അകന്ന് കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇതിനിടയ്ക്കാണ് ഈ മുൻ വൈരാഗ്യം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രതിയായ കാജ ഹുസൈൻ ഈ ബർഷീന കൃത്യമായി ലോട്ടറി കട തുറക്കും എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് താണാവിലേക്ക് എത്തുകയും തുടർന്ന് ഈ യുവതിയുടെ മേലേക്ക് ഇങ്ങനെ നേരത്തെ മുൻകൂട്ടി കയ്യിൽ കരുതി വെച്ചിരുന്ന ആസിഡ് എടുത്ത് ഒഴിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. ഏതായാലും ഹേമാംബിക നഗർ പോലീസ് ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പാലക്കാട് ഒലവക്കോട് യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. മുൻ ഭർത്താവ് കസ്റ്റഡിയിൽ ആയിട്ടുണ്ട്. യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ലോട്ടറി കട നടത്തുന്ന യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായത്. കണ്ടുനിന്ന പ്രദേശവാസികൾ, നാട്ടുകാർ യുവതിയെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് വളരെ ഉടനെ തന്നെ എത്തിക്കുകയായിരുന്നു. പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.